ഇന്ന് ഞാൻ ചെയ്യുന്നത് സദ്യക്കൊക്കെ വിളമ്പുന്ന തരത്തിലുള്ള പാലട പായസം അല്ലെങ്കിൽ പാലട പ്രഥമനാണ്. ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പക്ഷേ ഓരോ ഇൻഗ്രീഡിയൻറ്റും ചേർക്കുന്ന സമയവും അതിൻ്റെ പാകവും ഒക്കെ ഇതിൻ്റെ ടേസ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അടയുടെ വേവും വളരെ പ്രധാനമാണ്. അത് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നല്ലൊരു തിളക്കം കിട്ടണം. അപ്പോൾ ആ പരുവത്തിൽ അടയൊക്കെ വേവിച്ചെടുക്കണം. അപ്പോൾ ഈ റെസിപ്പിയിൽ കൃത്യമായിട്ട് ഇതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കാം. 1 ലിറ്റർ പാലിന് 50 ഗ്രാം പാലട മതിയാവും. ഇത് അരിയുടെ പാലടയാണ്. 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിൻ്റെ 4 എടുത്താൽ മതിയാവും. സ്പൂൺ അളവാണെങ്കിൽ 5 ടേബിൾ സ്പൂണും 1 ടീസ്പൂണും ചേരുന്നതാണ് ഈ ഒരളവ്. ഇതുകൂടാതെ പഞ്ചസാരയും നെയ്യും മാത്രം മതി. അതിൻ്റെ അളവ് നമുക്ക് ചേർക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറയാം. 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. പായസത്തിന് നല്ലൊരു കളർ കിട്ടാനായിട്ട് പാല് നമുക്ക് കുക്കറിനകത്ത് തിളപ്പിച്ചെടുക്കാം. പാൽ അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് ആദ്യം കുക്കറിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യൂടെ ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇനി പാല് നല്ലതായിട്ടൊന്ന് തിളച്ച് കിട്ടണം. തിളച്ച് വരുന്നോടം വരെ അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പാല് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ കുക്കർ അടച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഏറ്റവും ചെറിയ ബർണറിൻ്റെ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി. കുക്കറിന് വെയിറ്റ് ഇടണം. ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കുന്നതുകൊണ്ട് അത് വിസിൽ വരത്തില്ല. ഇതിനി ഒരു 50 തൊട്ട് 55 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കണം. ആ സമയം കൊണ്ട് പാല് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി അട വേവിച്ചെടുക്കാം. അതിനായിട്ട് കുറച്ച് വെള്ളം എടുത്താൽ മതി. 50 ഗ്രാം അട വേവിക്കാനുള്ള വെള്ളം എടുത്താൽ മതി. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്തിട്ട് അട ഇട്ട് കൊടുക്കാം. ഇത് കഴുകാത്ത അടയാണ്. ഇനി പാത്രം ഒന്ന് അടച്ചിടാം. ഈ ചൂടിലിരുന്ന് അട നന്നായിട്ട് വെന്തോളും. അപ്പോൾ പാല് റെഡിയായി കഴിയുമ്പോഴത്തേക്കിന് അടയും റെഡിയായി കിട്ടും. ഇപ്പോൾ ഒരു 50-55 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം വെന്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഞെക്കി നോക്കിയാൽ കാണാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. എന്തെങ്കിലും വേവ് കുറവുണ്ടെങ്കിൽ പാലിൽ ചേർക്കുമ്പോഴത്തേന് അത് നന്നായിട്ട് വെന്തോളും. ഇടയ്ക്ക് ഓരോന്നൊക്കെ ഇച്ചിരി വേവ് കുറവായിട്ട് തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. പാലിനകത്ത് ചേരുമ്പോൾ അത് കറക്റ്റായിട്ട് വെന്തോളും. പാലിനകത്ത് കൂടുതൽ പഞ്ചസാര ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അട വേഗത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ 2 ടേബിൾ സ്പൂൺ മാത്രം പഞ്ചസാര ചേർത്ത് തിളപ്പിച്ചത്. ഇനി ഈ അടയൊന്ന് കഴുകിയെടുക്കണം. 2-3 തവണ നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരിപ്പയിൽ കൂടെ വെള്ളം മൊത്തം വാർന്നു പോകാനായിട്ട് വെക്കണം. ഇനി കുക്കറൊന്ന് തുറന്ന് നോക്കാം. 55 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു. ഇതിൻ്റെ പ്രഷർ പോകാനായിട്ട് ഒരു 10 മിനിറ്റ് കൂടെ വെച്ചിരുന്നു. അപ്പോൾ ഇതിന് നല്ലൊരു പിങ്ക് കളർ വന്നിട്ടുണ്ട്. സൈഡിലൊന്നും പിടിച്ചിട്ടില്ല. അതുപോലെ കുറച്ച് പാടയുണ്ട്. അത് നമ്മൾ ഇളക്കി അങ്ങ് യോജിപ്പിച്ചാൽ മതി. അത് എടുത്ത് കളയേണ്ട ആവശ്യമില്ല. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇനി ഇത് ഇളക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാല് ചൂടുകട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. പാല് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് അട ചേർത്ത് കൊടുക്കാം. പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അട ചേർത്ത് കൊടുക്കാം. അട ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. ഒരു 20 മിനിറ്റോളം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. അപ്പോൾ അടയും പാലും തമ്മിലൊന്നും ചേർന്നിട്ടില്ല. പാല് വെള്ളം പോലെ തന്നെ കിടക്കുകയാണ്. അട വേറെ തന്നെ കിടക്കുന്നു. പാലും അടയും കൂടെ നന്നായിട്ട് മിക്സായി അടയിൽ ഇങ്ങനെ പാല് പിടിച്ചിരിക്കുന്ന ഒരു പരുവം വരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല. പഞ്ചസാര ചേർക്കുന്നത് അട നന്നായിട്ട് വെന്തിട്ടാണ്. പാലിൻ്റെ അളവൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പാല് ചെറുതായിട്ടൊന്ന് കുറുകിയൊക്കെ വരുന്നുണ്ട്. അടയായിട്ടൊക്കെ ഒന്ന് ചേർന്ന് വരുന്നുണ്ട്. അടയുടെ വേവം നോക്കാം. അട നന്നായിട്ട് വെന്തിട്ടുണ്ട്. തൊട്ടാൽ അലിഞ്ഞു പോകുന്നൊരു ഭാഗമായിട്ടുണ്ട്. എന്ന് പറഞ്ഞത് കുഴഞ്ഞ് ചേരത്തൊന്നുമില്ല. അത് അതുപോലെ തന്നെ കിടന്നോളൂ. നല്ലതായിട്ട് വെന്താലും അതുപോലെ തന്നെ ഇത് കിടന്നോളൂ. തീ ഒരു മീഡിയം ടു ഹൈയിലാണ് എപ്പോഴും വെച്ചിരിക്കുന്നത്. ഒത്തിരി തിളച്ച് പൊങ്ങുവാണെങ്കിൽ ലോയിലേക്ക് കൊണ്ടുവരിക. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ 4 ടേബിൾ സ്പൂൺ. ആദ്യം നമ്മൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിരുന്നു. ഇപ്പോൾ 4 ടേബിൾ സ്പൂണിൽ ടോട്ടൽ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയോടെ ഞാൻ അഡീഷണൽ ചേർത്തായിരുന്നു. അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അപ്പം ആകെ 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 8 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്ന് പറയുമ്പം ഒരു 120 ഗ്രാം പഞ്ചസാരയാണ് വരുന്നത്. ഇത് പാകം മധുരമാണ്. 8 മുതൽ 9 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ചേർക്കാം. 10 ആകുമ്പോൾ നല്ല മധുരമുണ്ട്. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാൻ നോക്കുക. ഇപ്പോൾ പാലും പഞ്ചസാരയും അടയൊക്കെ ചേർന്ന് നല്ലൊരു കുറിയ പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം മധുരം കറക്റ്റായിട്ടുണ്ടാവും. ഇനിയിപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം.
കുറി വരുമ്പോൾ മധുരം കൂടി വരും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ആദ്യം മധുരം ചേർത്ത് കൊടുക്കാൻ. മധുരം കുറവാണെങ്കിൽ ഈ സമയത്ത് 1-2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യോടെ ചേർക്കാം. അന്നേരം പാട കിട്ടത്തില്ല. എന്നിട്ടത് ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയം പാത്രത്തിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് തണുത്ത് കഴിയുമ്പോൾ ഇച്ചിരി കൂടെ കുറുകും. അപ്പോൾ ഈ പരുവല്ല വേണ്ടെന്നുണ്ടെങ്കിൽ തീ ഇച്ചിരി നേരത്തെ ഓഫ് ചെയ്താൽ മതി. ഇനി അഥവാ കുറി പോവുകയാണെങ്കിൽ അല്പം പാലൂടെ ചേർക്കാം. ഈ പായസത്തിൽ ഏലക്കപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നെയ്യ് ഒരല്പം ചേർക്കണം, അത് വിട്ട് കളയരുത്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കാണുന്ന പോലെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. സദ്യക്കൊക്കെ വിളമ്പുന്ന അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ഈ മെഷർമെൻറ്റ്സ് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ചെറിയ ഗ്ലാസ്സിലെടുക്കുകയാണെങ്കിൽ 5 മുതൽ 6 പേർക്ക് വരെ കഴിക്കാനുള്ള പായസമുണ്ടിത്. വീഡിയോ കണ്ടിട്ട് നല്ല റെസിപ്പിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ.